ചേട്ടാ, കേരളത്തിൻ്റെ മുക്കിലും മുകളിലും ഓടിയെത്തുന്ന ആനവണ്ടി, നിസ്വാർത്ഥ സേവനം കാഴ്ചവെക്കുന്ന KSRTC ജീവനക്കാർ, ഇവരുടെ ജീവനും അവരുടെ ആരോഗ്യത്തിനും ഒരു സംരക്ഷണമുണ്ടോ? ഇവരുടെ ജീവനും ആരോഗ്യത്തിനുമൊക്കെ സംരക്ഷണം കൊടുക്കുവാനായിട്ടാണ് ഇവിടെ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ഒരു ആൾ ഉണ്ടായിരുന്നതും ഈ അടുത്ത മെയ് മാസം വരേക്കും ഉള്ളതും. പക്ഷേ പുള്ളിയുടെ 5000 പ്രണയങ്ങൾക്കിടയിൽ ഈ പറയുന്ന KSRTC ശ്രദ്ധിക്കുവാനുള്ള തീരെ സമയമില്ല. മനസ്സിലായോ? അത് കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാവം ഭൃത്യന്മാർ, അങ്ങനെ തന്നെ പറയണം, KSRTC രാജാവിൻ്റെ ഭൃത്യന്മാർ നടു റോഡിൽ അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഈ KB ഗണേഷ് കുമാർ വരുന്നതിന് മുമ്പ് KSRTC നമ്മുടെ നാട്ടിലുണ്ട്. സാധാരണക്കാരൻ്റെ ഒരു ആശ്രയമാണ് KSRTC. അന്ന് ഇത്രയും ഡ്രൈവർമാർ റോഡിൽ കിടന്ന് തല്ലുള്ളത് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ബാക്കി പറ. അപ്പോൾ അതുപോലെ ആ ഒരു കേരളത്തിൻ്റെ സ്വന്തം ഇതായ അഹങ്കാരം, സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാം, കേരളത്തിൻ്റെ ആ ഒരു ജീവനക്കാരെയും നടുറോട്ടിൽ വെച്ച് തല്ലുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ആഷിക്ക് പറഞ്ഞ ഒരു വാചകത്തെ ഞാൻ തിരുത്തി പറയാണ്. കേരളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്നൊന്നും പറഞ്ഞേക്കില്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ അപമാനമാണ് ഇവിടുത്തെ KSRTC ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, വകുപ്പ് തന്നെ. ഈ KSRTCയുടെ എത്രയോ KSRTC സ്റ്റാൻഡുകൾ ആളുകൾ കയറാൻ മടിച്ച് കിടപ്പുണ്ടെന്ന് പറയും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളെ ആശ്രയിക്കുന്ന 1-2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ ഒരു താവളമായി തന്നെയാണ് ഒട്ടുമിക്ക KSRTC സ്റ്റാൻഡുകൾ. ഇവിടെ കേരളത്തിൽ 14, ഞാൻ പറയട്ടെ, കേരളത്തിൽ 14 ജില്ലകളിൽ എത്ര ടൗണുകളുണ്ടെന്നറിയോ? അതിൽ തന്നെ KSRTC ബസ് കയറാത്ത എത്ര KSRTC സ്റ്റാൻഡുകളുണ്ടെന്നറിയോ? ഞാൻ എണ്ണി പറഞ്ഞു തരാം. എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട്. പൊൻകുന്നം, കോട്ടയം ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന ടൗണുകളിലൊന്നാണ് ഈ പറയുന്ന പൊൻകുന്നം ഡിപ്പോയുടെ KSRTC സ്റ്റാൻഡിൽ, പൊൻകുന്നം ഡിപ്പോയ്ക്ക് ഒരു KSRTC സ്റ്റാൻഡില്ല. മെയിൻ റോഡ് സൈഡിലാണ് പൊൻകുന്നം ഡിപ്പോ. അതുപോലെ തന്നെ വടക്കഞ്ചേരി ഡിപ്പോ ഒരു സ്റ്റാൻഡില്ല. വടക്കഞ്ചേരി പ്രൈവറ്റ് സ്റ്റാൻഡുണ്ട്, KSRTC സ്റ്റാൻഡില്ല. പാലാ KSRTC സ്റ്റാൻഡുണ്ട്. അത് ദീർഘദൂര യാത്രകൾക്കായിട്ടല്ലാതെ ഒരാളും ഈ പറയുന്ന പാലാ KSRTC സ്റ്റാൻഡിനെ ആശ്രയിക്കാറില്ല. എത്രയോ KSRTC സ്റ്റാൻഡുകൾ, കട്ടപ്പുറത്തിരിക്കുന്ന എത്രയോ വണ്ടികൾ, കൊട്ടിഘോഷിച്ചിറക്കിയ ഹൈടെക് വണ്ടികൾ മുഴുവൻ ഇപ്പോഴും കട്ടപ്പുറത്താണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. ഗ്രീൻ ബസ്സുകൾ എന്ന പേരിൽ കൊട്ടിഘോഷിച്ചിറക്കിയ ഹൈടെക് ബസ്സുകൾ ഇവിടെ എറണാകുളത്തെ യാടിക്കടന്ന് കാട് പിടിച്ച് നശിക്കുകയാണ്. ഇതൊക്കെ പൊതുജനങ്ങളുടെ കാശാണ്. എന്നിട്ട് പത്തനാപുരത്തിൻ്റെ രാജാവ് അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ് KSRTC വൻ ലാഭത്തിലാണ്, ഭയങ്കര ലാഭത്തിലാണ് KSRTC. കൊട്ടിഘോഷിച്ചിറക്കിയ സ്വിഫ്റ്റ് ബസ്സുകൾ ഈ പറയുന്ന ഓരോ ദിവസവും ഓരോ ജില്ലകളുടെ അനലിസ്റ്റിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ 14 ജില്ലയിൽ ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു സ്വിഫ്റ്റ് ബസ് ഏതെങ്കിലും ഒരു ജീവൻ എടുത്തിട്ടുണ്ടാവും എല്ലാ ദിവസവും. പിന്നെ KSRTC വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഓടിക്കുന്നത് ഫ്ലൈറ്റ് ആണെന്നാണ്. ഈ അണ്ണന്മാരുടെ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. എൻ്റെ പൊന്നണ്ണന്മാരെ, പാസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ റോഡിൻ്റെ വീതി കൂടത്തില്ല. വെട്ടിക്കയറി വന്ന് പാസ് ഇട്ട് തരുവാണ്. നമ്മൾ കാറിലോ ബൈക്കിലോ എന്തിൽ വരുന്ന നോക്കുക. എന്നുവെച്ചാൽ ഗണേഷ് കുമാർ വീരവാദം മുഴക്കാനായിട്ട് ചാനലിൻ്റെ മുന്നിൽ വന്നിരുന്നേച്ച് ഗണേശൻ മന്ത്രി വലിയ വായിലങ്ങ് സംസാരിക്കും. നിങ്ങൾ KSRTCയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ? നിങ്ങൾ എന്നെ വിളിക്കൂ, എന്നെ നേരിട്ട് വിളിക്കൂ. ഇവിടെ ഈ KSRTC ബസ്സിൻ്റെ ഫ്രണ്ടിൽ കുടിക്കാനായിട്ട് ഒരു കുപ്പി വെള്ളം വെച്ചെന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യുക, അയാളെ പൊതുജന മധ്യത്തിലാണ്. ആ ഒരു മന്ത്രിയുടെ വൈകൃതമായിട്ട് കണക്കാക്കാം. അല്ലാതെ അയാൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ള വ്യക്തിയായിരുന്നു. അയാൾക്ക് വാഹനം ഓടിക്കുമ്പോൾ വെള്ളം കുടിക്കേണ്ടത് എവിടെ വെക്കും? ഇത് ഈ പ്രൈവറ്റ് ടൂറിസ്റ്റ് ബസ്സുകളിലുള്ള പോലെ ഇതിന് വല്ല റാക്കും വല്ലതും ഉണ്ടോ വെള്ളം വെക്കാനായിട്ട്? ഞാൻ കണ്ടിട്ടില്ല KSRTC ബസ്സിന് റാക്കും. നേരെ ഒരു മറ്റേ ഈ പറയുന്ന സ്റ്റിയറിങ്ങിൻ്റെ നടുക്ക് ഒരു ലോഗോ ഉണ്ട്. സാധാരണ ബസ്സുകളിൽ ലൈലാൻഡിൻ്റെയും ടാറ്റയുടെയൊക്കെ ലോഗോ ഉള്ളത്, അതുപോലും പറിച്ചു കളഞ്ഞിട്ട് അതിനകത്ത് ഇരിക്കുന്ന തുരുമ്പ് പിടിച്ച സ്ക്രൂ കാണാവുന്ന KSRTC ബസ്സുകളാണ് നമ്മുടെ ഈ റൂട്ടിൽ ട്രാവൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? സത്യം പറഞ്ഞാൽ KSRTC ബസ് വരുമ്പോഴേക്കും ഒരു 2 അടി മാറി നിൽക്കേണ്ടി വരും. കാരണം തുരുമ്പ് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സെപ്റ്റിക്കാവും. അങ്ങനെയുള്ള വണ്ടികളാണ് ഓടിക്കൊണ്ടിരിക്കുക. നല്ല വണ്ടികൾ ഇല്ലെന്നല്ല, പക്ഷേ ഈ നല്ല വണ്ടികളൊക്കെ എടുത്തിട്ട് ദീർഘദൂര യാത്രകൾക്ക് കൊടുക്കാതെ ഈ ലോക്കലിലിട്ട് ഓടിക്കുന്നൊരു പരിപാടിയും കൂടെ ഉണ്ട്. പുതിയ ഹൈടെക് ബസ്സുകൾ, ഹൈടെക് മോഡൽ ബസ്സുകൾ ഈ പറഞ്ഞ ലോക്കൽ റൂട്ടിൽ ഓടിക്കുന്നു. നല്ല വണ്ടികളെല്ലാം തന്നെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് ലീസിന് കൊടുത്തിരിക്കുന്നു, KSRTCയുമായി കൊളാബ് ചെയ്തിട്ട്. പണ്ട് പറഞ്ഞ് KSRTC സ്വകാര്യവൽക്കരിക്കുമെന്ന് പറയുന്നു. സ്വകാര്യ വ്യക്തികൾക്ക് KSRTC ലീസിന് കൊടുക്കുമെന്ന് ഒരു നല്ലൊരു തീരുമാനമായിരുന്നു. അത് ലീസിന് കൊടുത്തിരുന്നുണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. വൈകുന്നേരം 8 മണി, 9 മണി, 10 മണി ഏത് സമയത്ത് ട്രിപ്പ് അവസാനിപ്പിച്ചോട്ടെ, ഏതെങ്കിലും പമ്പിൽ കൊണ്ട വണ്ടി പാർക്ക് ചെയ്താൽ
ആ വാഹനത്തിന്റെ കണ്ടക്ടറും ഡ്രൈവറും കൂടെ മുൻപ് കിളി എന്ന് പറയുന്ന ഒരു തസ്തിക ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. എല്ലാം ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ടും ഈ പറയുന്ന സ്വിച്ച് കൊണ്ടുള്ള ഈ ബെല്ലായതുകൊണ്ടും ഇപ്പം കിളിയുടെ പോസ്റ്റിന് ആവശ്യമില്ല. ഡ്രൈവർക്ക് തന്നെ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ക്ലീനർ ഒഴിവായി പോയി. പക്ഷേ ഇപ്പൊ ഡ്രൈവർമാരും ഈ പറയുന്ന പ്രൈവറ്റ് ബസ് ഡ്രൈവർമാരും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സിന്റെ ഈ പറയുന്ന കണ്ടക്ടറും കൂടി വണ്ടി മുഴുവൻ കഴുകി വൃത്തിയാക്കി അതിനകം മുഴുവൻ അടിച്ച് വാരി തൂത്തുവാരി ഇട്ടിട്ടാണ് പോണത്. ഏതെങ്കിലും തുരുമ്പ് പിടിച്ച ഒരു പ്രൈവറ്റ് ബസ് റൂട്ടിലോടുന്ന കാണിച്ചു തരാൻ പറ്റൂ? ഇല്ല. മെനയുള്ള ഏതെങ്കിലും ഒരു KSRTC കാണിച്ചു തരാൻ പറ്റൂ? ചേട്ടാ അങ്ങനെ എല്ലാം ഞാൻ മെനയുള്ള ഒരൊറ്റ KSRTC കാണിച്ചു തരാൻ പറ്റൂ? ഒരു തട്ടുമുട്ട് പരിക്കുകളില്ലാത്ത തുരുമ്പില്ലാത്ത ഒരു KSRTC കാണിച്ചു തരാൻ പറ്റൂ? അപൂർവം ഒന്നോ രണ്ടോ ഉണ്ടാകാം വൃത്തിയുള്ളത്. ആണല്ലേ. സ്വകാര്യ മേഖലയിലെ വാഹനങ്ങൾ ഇത്ര ഭംഗിയായിട്ട് പോകുമ്പോൾ പൊതുമേഖല സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുഗതാഗത വകുപ്പിൽ അപൂർവമായി മാത്രം നല്ല വണ്ടി കാണാൻ പറ്റുമെന്ന് എന്തുകൊണ്ട് ആഷിക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട്, എന്ത് കാരണം കൊണ്ട് പറയേണ്ടി വരുന്നു? ഇതാരുടെ പണമാണ്? ഗണേശൻ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന കാശാണോ? അല്ല, സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ നിന്നല്ലേ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ പേടിക്കുന്നു? ചോദ്യം ചെയ്യേണ്ടത് ആരാണ്? ജനങ്ങൾ തന്നെയാണ്. ജനങ്ങൾ എന്തുകൊണ്ട് മടിക്കുന്നു? തമിഴ്നാട് സർക്കാർ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അവരുടെ വണ്ടിക്ക് പിന്നിൽ എഴുതി വെച്ചിട്ടുള്ളൊരു വാചകമുണ്ട്, ഇത് ഉങ്കൾ സ്വത്ത്, ഇത് നിങ്ങളുടെ സ്വത്താണ്. അതായത് ആ വാഹനം സംരക്ഷിക്കേണ്ട ജനങ്ങളാണെന്ന് അവിടുത്തെ സർക്കാർ തന്നെ പറഞ്ഞു. ഇത് ഉങ്കൾ പൊതു സ്വത്ത്, നിങ്ങളുടെ സ്വത്താണത്. ഇവിടുത്തെ ഏത് KSRTC കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ KSRTC സൈഡിൽ ഓണറുടെ പേരെന്ന് പറഞ്ഞിട്ട് KSRTC MD എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ചേസ് നമ്പരും ഷാസി നമ്പരും രജിസ്റ്റർ നമ്പരും ഉണ്ട്. പിന്നെയുള്ളൊരു സ്റ്റിക്കറാണ്, ഈ വാഹനം അപകടകരമായ രീതിയിൽ പോകുന്നത് കണ്ടാൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് ഈ നമ്പറിൽ അയച്ചു കൊടുക്കുക എന്നുള്ള ഒരു നോട്ടീസ്. എത്ര നടപടി എടുത്തിട്ടുണ്ട്? ഇതുവരെ ഒന്നും ഒരു നടപടി എടുത്തായിട്ട് ആരും കേട്ടിട്ടില്ല. KSRTC ബസ്സാണ് ഏറ്റവും കൂടുതൽ ഈ കേരള നിരത്തിൽ. പ്രൈവറ്റ് ബസ്സിനെ താങ്ങി പറയല്ല, പ്രൈവറ്റ് ബസ്സും കണക്കാണ്. ഈ പറയുന്ന കോഴിക്കോട് തൃശ്ശൂർ, കോഴിക്കോട് പാലക്കാട്, കോയമ്പത്തൂർ പാലക്കാട് റൂട്ടിൽ ഓടിക്കുന്ന KSRTC ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവർമാരും ഭൂലോക പിഴകളാണ്. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഭൂലോക പിഴകൾ തന്നെ പറയേണ്ടി വരും. ഈ പറയുന്ന മാധവി എന്ന് പറയുന്ന ഒരു സർവീസ് ടീമുണ്ട്. ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ ഉണ്ടാക്കുന്നവന്മാരാണ്. പിന്നെ ഉള്ളത് ജോണി, ഒരു ടീമുണ്ട്, പേരെണ്ണി പറയാണ്, ജോണി എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. തൃശ്ശൂർ റൂട്ടിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന മുൻപന്തി നിൽക്കുന്നവന്മാർ അതാണ്. പക്ഷെ ഇവരെയൊക്കെ കടത്തിവെട്ടി നമ്മുടെ KSRTC ഉണ്ട്. കേരളത്തിൻ്റെ 14 ജില്ലയിൽ ഓടി നടന്ന ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്ന ടീമുകൾ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഗതാഗത വകുപ്പ് മന്ത്രി. അയാൾക്ക് ആ പാടെ അറിയാവുന്നത് ചാനലുകാരുടെ മൈക്കും ക്യാമറയും കണ്ടുകഴിയുമ്പോഴേക്കും വലിയ വായിലിരുന്ന് അങ്ങ് തള്ളി അങ്ങ് മാറിക്കാൻ കൊള്ളാം. ഈ 5000 പ്രണയങ്ങളുടെ പിന്നാലെ പോകുന്ന സമയത്ത് ഒരു KSRTC ഡിപ്പോകളൊന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പൊതുഗതാഗത വകുപ്പ് എത്ര ഭംഗിയായിട്ട് പോകും. ശമ്പളം കിട്ടാത്ത എത്ര പേരുണ്ടെന്ന്. എൻ്റെ ഒരു കൂട്ടുകാരൻ കണ്ടക്ടറാണ്, ശമ്പളം കിട്ടാതെ അവൻ ഫേസ്ബുക്കിൽ പല ദിവസങ്ങളിലും പോസ്റ്റ് ഇടുന്നുണ്ട്. ശമ്പളം കിട്ടിയിട്ടില്ല, എന്നാൽ അവൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. സർക്കാർ ജോലിയല്ലേ, പെൻഷൻ എങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട്. എൻ്റെ അച്ഛൻ്റെ സുഹൃത്ത്, അദ്ദേഹം പെൻഷൻ കിട്ടിയിട്ടില്ല, ഇതുവരെയ്ക്കും അദ്ദേഹത്തിന്റെ പെൻഷൻ തുക മുഴുവൻ കിട്ടിയിട്ടില്ല. ചേട്ടാ, ഈ KSRTC ഗണേഷ് കുമാർ എന്ന് പറയുമ്പോൾ ഒരാളുടെ പേര് കടത്തിയാത്ത ഒരാളുടെ പേരുണ്ട്, യദു. മറന്നു കാണില്ലല്ലോ, ഡ്രൈവർ യദു. അദ്ദേഹത്തിന് ഒരു പ്രൈവറ്റ് വെഹിക്കിൾ പോലും ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോ സ്വിഗ്ഗി ഓടുകയാണ്. അവൻ സ്വിഗ്ഗി ഓടിച്ച് ജീവിക്കുന്നു, അന്തസ്സുണ്ട് അതിന്. ഇതുകൂട്ട് നാറിയ ഭരണത്തിൻ്റെയൊക്കെ കീഴിൽ, ഇതുകൂട്ട് വൃത്തിയായിട്ട മന്ത്രിമാരുടെ കീഴിൽ അവരുടെ തലപ്പത്തിരിക്കുന്ന കാസനോവ ഭരിക്കുന്ന KSRTC ജോലി ചെയ്യുന്നതിനെക്കാട്ടിൽ അന്തസ്സുണ്ട് ആഷിക്കേ. വല്ലവരും കൊണ്ട് ഭക്ഷണം കൊടുത്ത് മേടിച്ച് കിട്ടുന്ന കാശിന്, മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട. യദുവിനെ ഒന്നും അങ്ങനെയൊന്നും കുറ്റമൊന്നും പറയണം. അവൻ ആൺകുട്ടിയാണ്, ഞാൻ കുറ്റം പറഞ്ഞതല്ല. അവൻ ആൺകുട്ടിയാണ്, അതുകൊണ്ട് അവൻ പുല്ല് വേണമെന്ന് ഇറങ്ങിപ്പോയി. ആ പുല്ല് വേണമെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവൻ ആൺകുട്ടിയായതുകൊണ്ട് ഇറങ്ങിപ്പോയി. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഇപ്പൊ ആ തടഞ്ഞ മേയർ ആരി അവിടെ കിടക്കുന്നു, അവിടെ കിടക്കുന്നു. ഇത്തവണ എന്താ സീറ്റ് കിട്ടായിരുന്നു? കയ്യിലിരിപ്പിന്റെ കോണം. എന്താണെങ്കിലും കോർപ്പറേഷനും കൈവിട്ടു. അല്ല, എന്താണെങ്കിലും KSRTCയിലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും നട റോഡിൽ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കഴിവില്ലാത്ത മന്ത്രിക്ക് ആ വകുപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത കൊണ്ട് തന്നെയാണ് മേടിച്ച് കെട്ടുന്നത്. കാരണം ഇവിടുത്തെ ഭാഗത്ത് ഈ പറയുന്ന 22-24 വയസ്സുള്ള 2 പിള്ളേരാണ് കയറി കൈവച്ചത്. ഈ ആലുവയിൽ കഴിഞ്ഞ ദിവസം കൈവച്ചത്.
അതെന്തുകൊണ്ടാണ്? അവരുടെ വണ്ടിക്കെട്ട് തട്ടാൻ ശ്രമിച്ചു. ആക്രമണത്തെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമല്ല, തെറ്റാണ്, ചെയ്യാൻ പാടില്ല, അത് വളരെ മോശമാണ്. ഒരിക്കലും ഒരാളെ ആക്രമിക്കാനുള്ള അത് മാത്രമല്ല, എന്റെ ചേട്ടന്റെ ഉള്ള നികുതി കൊണ്ട് പരിപാലിക്കുന്ന ആ ഒരു വണ്ടിയൊന്നും 30,000 തകർത്തിട്ടില്ല. രൂപയുടെ 30,000 രൂപയുടെ നഷ്ടമാണ് അവർ വരുത്തിയത്. ഈ 30,000 രൂപ എൻ്റെ പൊന്നാശിക്ക് KSRTC നമ്മളിപ്പോൾ തടഞ്ഞാൽ, KSRTC ബസ് നമ്മൾ തടഞ്ഞിട്ടാൽ ഒരു 30,000 40,000 ഒക്കെയാണ് ഒരു ട്രിപ്പിൽ പറയുന്നത്. മനസ്സിലായോ? ഈ ഒരു ചില്ലടിച്ച് പൊട്ടിച്ചാൽ ആ ഒരു കാശ് നമ്മൾ സർവീസ് നടത്താൻ പറ്റാത്തതിന്റെ പേരിലാണ് ആഷിക്ക് 30,000 രൂപ ഒരു പിഴ ഈടാക്കിയിരിക്കുന്നത്. സർവീസ് മുടങ്ങിയെന്ന് 30,000 രൂപ ഒരു സർവീസും ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഏത് KSRTC ബസ്സുണ്ട് ഡിപ്പോയിൽ? അതുകൊണ്ട് അതൊക്കെ അവരുടെ കാര്യം. ഈ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയാലൊക്കെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരണം. 30,000 പോയി കഴിയുമ്പോഴേക്കും ആൾക്കാർ പഠിക്കും. പക്ഷേ ഈ കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടാനുള്ള വകുപ്പ് ഉണ്ടാക്കിയ വെച്ചാൽ കിട്ടുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിവരെ എന്തായാലും നീ ഞാനും ബൈക്ക് ഓടിച്ച് വഴിയാ പോകാറുണ്ട്, കാർ ഓടിച്ച് നമ്മൾ വഴിയാ പോകാറുണ്ട്, നമ്മളെന്താണ് ആരും കൈവയ്ക്കാത്തത്? അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇടിക്കാറില്ല. അപ്പോൾ രണ്ട് കൈയും കൂട്ടിയടിക്കുമ്പോൾ ശബ്ദം കേൾക്കുള്ളൂ, ഇങ്ങനെ ശബ്ദം കേൾക്കത്തില്ല. മനസ്സിലായോ? അപ്പോൾ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അത് കയ്യിലിരിപ്പിൻ്റെയും കൂടെയാണ്. അപ്പോൾ ഇനിയും കിട്ടാതെ നോക്കേണ്ടത് ഇവിടുത്തെ ഡ്രൈവർമാരാണ്. മന്ത്രി ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മിക്കവാറും വെറും MLA മാത്രമായിട്ട് മാറും. പക്ഷേ സ്വന്തം MLA തന്നെ ആകുമെന്ന് സംശയമല്ല. ചിലപ്പോൾ ആയി മാറും. അപ്പോൾ സ്വന്തം ശരീരം തിരുമ്മിത്തരാനായിട്ട് വീട്ടിലിരിക്കുന്ന വെമ്പ്രവത്തിയും അമ്മയൊക്കെ ഉള്ളെന്നുള്ള ചിന്ത ഓരോ ഡ്രൈവർമാർക്കും ഉണ്ടെങ്കിൽ നല്ലതാണ്. റോഡിൽ കിടന്ന് തല്ലു വാങ്ങിക്കുന്ന അത്ര സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല.